ഫ്രണ്ട്സ്, എല്ലാവർക്കും പാരമ്പര്യ റെസിപ്പീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു എണ്ണ കത്തിരിക്ക തീയലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. എണ്ണ കത്തിരിക്ക എന്ന് പറയുന്നത് ഈ കുട്ടി കത്തിരിക്ക, നല്ല കുഞ്ഞു കത്തിരിക്ക ഇല്ലേ, അത് വെച്ച് ഉണ്ടാക്കുന്ന ഒരു തീയലാണ്. തീയലെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലോ, പിന്നെന്തിനാ പറയുന്നതെന്ന് തോന്നും. പക്ഷേ ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു തീയലാണ്. നമ്മൾ സാധാരണ വെക്കുന്ന തീയലിനെക്കാട്ടിയും അല്പം കൂടി ഒരു വെറൈറ്റി ആയിട്ട് കത്തിരിക്കകത്ത് ഫില്ലിങ്ങൊക്കെ വെച്ച് എണ്ണയിലൊക്കെ വഴറ്റിയെടുക്കുന്ന നല്ലൊരു തീയലാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതൊരു അരമുറി തേങ്ങയാണ്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ കത്തിരിക്കയാണ്. ഇതിനേക്കാളും ചെറുത് കിട്ടുമെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഈ വലുപ്പത്തിലുള്ളതാണ് കിട്ടിയത്. ഈ കത്തിരിക്ക ഞാനൊരു 8 കത്തിരിക്ക ഇവിടെ എടുത്തിട്ടുണ്ട്. മുഴുവനേ എടുത്ത് വെക്കണം, അത് കട്ട് ചെയ്യുകയൊന്നും ചെയ്യരുത്. പിന്നെ നമുക്ക് മുഴുവൻ മല്ലി വേണം. മല്ലിപ്പൊടി ആയാലും മതി കേട്ടോ, പക്ഷേ മുഴുവൻ മല്ലി ഇടുമ്പോൾ അതൊരു നല്ല ടേസ്റ്റാണ് തീയലിന്. ഇതിൽ നിന്ന് നമുക്കൊരു 4-5 ടേബിൾ സ്പൂൺ മല്ലി ആവശ്യമായിട്ട് വരും, അത് നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് വറ്റൽമുളക് വേണം കേട്ടോ. വറ്റൽമുളക് ഞാൻ ഈ വലിപ്പത്തിലുള്ള വറ്റൽമുളക് ഒരു 10 എണ്ണം ഇതുപോലെ അകം കീറി അരിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അരി എന്തിനാണ് കളഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് അരി കളയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊരു 3-4 മുളക് കൂടുതൽ എടുക്കാൻ പറ്റും. അപ്പോൾ കറിക്കൊരു നല്ല കളറ് കിട്ടും, എരിവും കൂടുതൽ കാണത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ കീറി എടുത്തത്. മുളക് പൊടി ഇട്ടാലും മതി, പക്ഷേ ഈ തീയലെന്ന് പറയുമ്പം നമ്മൾ ഈ മുളക് പൊടി ഇടുന്നതിനെക്കാട്ടിയും ഈ വറ്റൽ മുളകും മല്ലിയും ഒക്കെ വറുത്തരയ്ക്കുമ്പോഴാണ് ഒരു നല്ല രുചി ഉണ്ടാകുന്നത്. പിന്നെ ഇതിന് വഴറ്റിയിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ കൈക്ക് ഒരു കൈ ചുവന്നുള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട്. അത് കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആവശ്യത്തിന് അത് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു 4 പച്ചമുളക്, ചെറിയ പച്ചമുളക് ഞാൻ കീറി എടുത്തിട്ടുണ്ട്. അത് ഒരുപാടാകരുത്, കാരണം നമുക്ക് എരിവ് കൂടിപ്പോകും. ഒരു മണത്തിന് വേണ്ടി ഒരു 4 എണ്ണം. പിന്നെ ഇതേ കരിവേപ്പില എടുത്തിട്ടുണ്ട്. കരിവേപ്പില ഏറ്റവും കൂടുതൽ ഇട്ടാൽ തേങ്ങ വറക്കുമ്പം നമ്മൾ കൂടുതൽ കരിവേപ്പില ഇടുന്നത് നല്ലതാണ്, കാരണം കരിവേപ്പിലയിൽ അയൺ കണ്ടൻസ് ഒരുപാടുണ്ട്. പിന്നെ നല്ല രുചിയും ആയിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ 1 സ്പൂൺ പെപ്പർ പൊടി വേണം. പിന്നെ അതിന് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ, ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തു. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മളെടുത്ത ആ തേങ്ങ ഇല്ലേ, ആ തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. കാരണം ഒന്ന് പൾസ് ചെയ്യുമ്പോൾ ആ തേങ്ങ എല്ലാം ഒരു സമ അളവിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പം നമുക്കത് വറുത്ത് കിട്ടുമ്പോഴത്തേക്ക് ഒരേപോലെ വറുത്ത് കിട്ടും. പിന്നെ ആ മല്ലിയിൽ നിന്ന് ഒരു വലിയ ടേബിൾ സ്പൂണിന് ഒരു 4-5 ടേബിൾ സ്പൂൺ മല്ലി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ മുളക് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ ഒരു 10 മുളക്, അരി കളഞ്ഞ മുളക് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി, നമ്മൾ പൊളിച്ച് വെച്ചിരുന്ന ഉള്ളിയിൽ നിന്ന് ഒരു 4 ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടാൽ നല്ലതാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. അതാണ് ഞാൻ സാധനത്തിൻ്റെ കൂട്ടത്തിൽ കാണിക്കാതിരുന്നത്. പക്ഷേ 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടാൽ ഒരു നല്ല മണം ഉണ്ടാവും. ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. തീ കൂടി പോകരുത്. തീ കൂടി പോകാതെ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെച്ച് നല്ല ബ്രൗൺ കളറിൽ ഇത് നന്നായിട്ട് വറുത്ത് പോരണം. അത് സാധാരണ തീയൽ വെക്കുമ്പോഴത്തേക്കും നമുക്ക് കറുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റും പോവും, കളറും പോവും. അതുകൊണ്ട് ആ തീയിലാണ് എല്ലാം ഇരിക്കുന്നത്. തീ നമ്മൾ നന്നായിട്ട് കുറച്ച് വെച്ച് കുറച്ച് നേരം എടുക്കും കേട്ടോ, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇത് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി, ഇതിൽ കൂടുതൽ മൊരിയണ്ട. ഞാനൊരു 15-20 മിനിറ്റ് വരെ ആയി കേട്ടോ. തീ വളരെ കുറച്ച് വെച്ചിട്ട്, ഒരുപാട് മുരിഞ്ഞ് പോകാതെ. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് എല്ലാവർക്കും തീയലിന് വറക്കാൻ അറിയാം. എന്നാലും ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കത്തിരിക്ക തീയൽ നല്ലൊരു പെർഫെക്ഷനിൽ വരണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്ന പുളിയും ചേർത്ത് അല്പം ഉപ്പും കൂടെ ചേർത്ത് കട്ടിക്ക് അരച്ചെടുക്കണം. വെള്ളമായിട്ട് അരച്ചെടുക്കരുത്. അല്പം വെള്ളം തളിച്ച് നല്ല കട്ടിക്ക് ആദ്യം ഒന്ന് പൊടിക്കണം മിക്സിയുടെ ജാറിലിട്ടിട്ട്. എന്നിട്ട് വെള്ളം തളിച്ച് നല്ല കട്ടിക്ക് അരച്ചെടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ആ വഴുതനങ്ങ കത്തിരിക്കായിൽ അകത്ത് ഫില്ല് ചെയ്യാനുള്ളതാണിത്. അതിൻ്റെ കട്ടിയായിരിക്കണം കേട്ടോ. അത് ഞാനിത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിനാണ് ഇത് അരച്ചെടുത്തിട്ട് വരേണ്ടത്. നല്ല ഫൈനായിട്ടിരിക്കണം. പക്ഷേ ഇത്രയും വെള്ളമേ ആകാവുള്ളൂ. നമ്മളാ എടുത്ത് വെച്ചിരുന്ന ആ ഒരു ടീസ്പൂൺ പെപ്പർ പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്താണ് ഞാൻ അരച്ചത് കേട്ടോ.
ഉപ്പും പുളിയും ഒക്കെ ഇട്ട് കൊടുത്ത് അരച്ചതുകൊണ്ട് ഇപ്പം തന്നെ ഇത് കഴിക്കാനൊരു ചമ്മന്തി വായിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ചമ്മന്തിയുടെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഈ പരുവത്തിൽ അരച്ച് മാറ്റണം. അപ്പം നമ്മുടെ കത്തിരിക്കകളെല്ലാം ഞാനിങ്ങനെ ഇവിടെ ഒരു 4ആയിട്ട് ഇങ്ങനെ വിടർത്തി വെച്ചിട്ടുണ്ട്. 4ആയിട്ട് മുറിച്ച് വിടർത്തി വെച്ചിട്ടുണ്ട് എല്ലാ കത്തിരിക്കയും. ദേ കണ്ടോ, നമ്മൾ മുറിക്കുമ്പോൾ നോക്കണം കേട്ടോ, ചിലപ്പോൾ അകത്ത് കേടുണ്ടാവും. എനിക്ക് ഒരെണ്ണം കേടുണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആ അരപ്പ് വെച്ച് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദേ ഇപ്പം നമ്മൾ ആ കത്തിരിക്ക എല്ലാം 4ആയിട്ട് കീറിയിട്ട് അതിനകത്ത് അരപ്പ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ പൊളന്നിട്ട് അകത്തോട്ട് അരപ്പ് ഫില്ല് ചെയ്യണം. മാക്സിമം എത്രയും അരപ്പ് അകത്ത് പോവുമോ അത്രയും അരപ്പ് അകത്തോട്ട് ഫില്ല് ചെയ്യണം. കുറച്ച് വെളിയിലോട്ടൊക്കെ വരും, അത് കുഴപ്പമില്ല, നമ്മളിപ്പോൾ എണ്ണയിലിട്ട് വഴറ്റാനാണ് പോകുന്നത്. അപ്പോൾ എല്ലാ കത്തിരിക്കയും ഇങ്ങനെ ചെയ്ത് വയ്ക്കുക. ഇപ്പം നമ്മളൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഞാൻ അതിനകത്ത് തന്നെ കടുക് താളിക്കാനായിട്ട് അതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. കടുകിട്ട് ദേ കടുക് പൊട്ടി വരുന്നുണ്ട്. പൊട്ടിയപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നില്ലേ ചുവന്നുള്ളി, അതൊന്നിട്ട് കൊടുക്കാം. ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ എണ്ണയിൽ വഴറ്റാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. അതിട്ട് കൊടുത്ത് കുറച്ചൊരു ബ്രൗൺ കളറായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചുവന്നുള്ളി ഒരു 3-4 മിനിറ്റ് കിടന്നൊന്ന് ചെറുതായിട്ട് വഴങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ആ ഫില്ല് ചെയ്ത് വെച്ചിരുന്ന കത്തിരിക്കയില്ലേ, ആ കത്തിരിക്ക ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാ കത്തിരിക്കയും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അരപ്പ് ചേർത്ത് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം പറക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കി അരപ്പ് കുറച്ച് നമുക്ക് ബാക്കി വന്നിട്ടുണ്ടല്ലോ മിക്സിയിൽ, ആ അരപ്പും അങ്ങോട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അരപ്പും ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം കൂടി എണ്ണ ആവശ്യമായിട്ടുണ്ട്. എണ്ണ അല്പം കൂടി ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ അതൊന്ന് വഴണ്ട് വരണം, അപ്പോഴേ ആ ടേസ്റ്റ് വരുള്ളൂ. ഇപ്പോഴേ എന്തൊരു മണമാണെന്നറിയോ, ഇവിടെ നല്ല മണം. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അതിൽ കിടന്ന് വഴണ്ട് വരികയാണ്. അല്പം കൂടെ അല്പം എണ്ണ ചേർക്കണം കേട്ടോ ഇതിൽ, അപ്പോഴേ ടേസ്റ്റ് വരുള്ളൂ. പിന്നെ മൺചട്ടി ചൂടാവാനും പ്രയാസമാണ്, ചൂട് പോകാനും പാടാണ്. മൺചട്ടിയിലാകുമ്പോൾ നമുക്കൊരു നല്ല ടേസ്റ്റ് കിട്ടും. അതാണ് ഞാൻ മൺചട്ടി തന്നെ എടുത്തത്. ഇപ്പോൾ ദേ നമുക്ക് ആ എണ്ണയിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമില്ലേ, അങ്ങനെ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിലോ ഇല്ലെങ്കിൽ ഒരു അല്പം മീഡിയം ഫ്ലെയിമിലോ വെക്കാവൂ കേട്ടോ. ദേ എണ്ണയിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവമായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ അരച്ച മിക്സിയുടെ ജാറിൽ കുറേ അരപ്പൊക്കെ പറ്റിയിരിപ്പുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർത്തിട്ടില്ലല്ലോ, അതൊക്കെ ഒഴിച്ച് കഴുകി വെള്ളം ഒഴിച്ച് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇപ്പം നമ്മൾ കത്തിരിക്കയൊക്കെ അതിലിട്ട് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം ഒരു 10 മിനിറ്റൊക്കെ ഇതിൽ കിടന്നൊന്ന് തിളയ്ക്കട്ടെ. ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് അടച്ചു കൊടുത്തു. ഇപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ആഹാ, നമ്മുടെ തീയൽ ഇവിടെ റെഡിയായി കേട്ടോ. നമ്മുടെ എണ്ണ കത്തിരിക്ക തീയൽ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ എണ്ണ കത്തിരിക്ക തീയൽ. ഇതൊരു മണമാണെന്നറിയോ, ഇവിടെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണിത്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കിയിട്ട് ചോറിൽ ഒഴിച്ചൊന്ന് ചോറുണ്ട് നോക്കൂ, ചോറ് കാലിയാവുന്നത് അറിയേയില്ല. അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ഇത്. ഞാൻ എടുത്ത അളവിനെക്കാട്ടിയും കൂടുതൽ തേങ്ങ എടുത്തിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ തീയലുണ്ടാക്കി വച്ചേക്കാം. ഇത് ഒരാഴ്ച വരെയൊക്കെ ഇതിങ്ങനെ തന്നെ ഇരിക്കും കേടാവാതെ. പക്ഷേ ഞാൻ നാളെ ഒരു ദിവസമൊക്കെ ഞാൻ ഫ്രിഡ്ജില്ലാതെ വെളിയിൽ വെച്ച് നോക്കിയിട്ടുണ്ട്, പിന്നെ ഞാൻ നോക്കിയിട്ടില്ല, എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യുന്നത്. പക്ഷേ ഇത് നാളെയാണ് ഇതിനെക്കാട്ടിയും കൂടുതൽ ടേസ്റ്റ് ആവുന്നത് ഒരു ദിവസം ഇരിക്കുമ്പോൾ. അപ്പോൾ വളരെ ഭയങ്കര ടേസ്റ്റുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത്. നിങ്ങൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.